ഒരു കോംപ്ലക്സ് നമ്പറിനകത്ത് നമുക്ക് എന്താണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ അതിൻ്റെ കോൺജുഗേറ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാം പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ റിയൽ പാർട്ടെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയാം നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ. എന്താ മക്കളെ? ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ ആണ്. എന്താണ് ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ? നമുക്കറിയാം ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ്. നമുക്ക് വാല്യൂ അറിയാം, ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഇവിടെ നമുക്ക് നോക്കാം, ഇപ്പൊ I⁻²00 ആണെന്ന് വെച്ചോ, ഇതിനെ നമുക്ക് ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ഇത് പ്രോഡക്റ്റ് ചെയ്യാൻ പാടില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അറിയാവുന്നതാണ് ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ? അത് നമുക്ക് രണ്ട് ഫോർമുലയുണ്ട്. ഒരു ഫോർമുല വെച്ച് പഠിക്കാം, അത് വെച്ച് നമുക്ക് ഓഡ് നമ്പറോ ഈവൻ നമ്പറോ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. I⁻²n-നകത്ത് 1 if n is even. n എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ ഈ I⁻²n-നകത്ത് ആൻസർ 1 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഇനി -1 if n is ഓഡ് നമ്പർ ആണെങ്കിൽ, -1 if n is ഓഡ് നമ്പർ ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ ഇതിനകത്ത് I⁻²n-ന്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമുല വെച്ചാണ് നമ്മൾ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം, ഇപ്പൊ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് I⁻400 ആണെന്ന് വെച്ചോ. ഈ 400-ന് നമ്മൾ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 200 പ്രാവശ്യം എഴുതാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? I⁻2 ഇൻറ്റു 400-ന്റെ നേരെ പകുതി എടുക്കണം. 2-ന് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ഹാഫാണ്. അപ്പൊ 400-ന്റെ പകുതി എത്രയാണ് വെച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വരും. എന്നിട്ട് നോക്കണം, ഈ 200 ഈവൺ ആണ് ഓഡാണ് നോക്കണം. അത് ഈവൺ നമ്പർ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 1 ആണ്. അപ്പൊ ആൻസർ ഈസ് 1 വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, I⁻500 ആണെന്ന് വെച്ചോ. I⁻500-നെ I ഇൻറ്റു 2 ഇൻറ്റു 250 എന്ന് എഴുതാം, 250 എന്ന് എഴുതാം. 250 ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പർ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം, I⁻54 ആണെന്ന് വെച്ചോ. I⁻54-നെ I ഇൻറ്റു 2 ഇൻറ്റു 27 എന്ന് എഴുതാം. 54-ന്റെ പകുതി കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പൊ ഈ 27 ഓഡാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാണ്. അപ്പൊ അത് ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം, I⁻3000 ആണെന്ന് വെച്ചോ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു 2 ഇൻറ്റു 1500 എന്ന് എഴുതാം. ഈ 1500 എന്ന് പറയുന്നത് ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പറാണ്. അപ്പൊ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പൊ ഏത് നമ്പറിനെ ഇതുപോലെ എഴുതാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, I⁻100 ആണെന്ന് വെച്ചോ. അതിനെങ്ങനെ എഴുതാം? I⁻2 ഇൻറ്റു 50 എന്ന് എഴുതാം, 50 എന്ന് എഴുതാം. ഈ 50 ഓഡാണോ ഈവൺ ആണോ? ഈവൺ നമ്പറാ. അപ്പൊ ആൻസർ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി അനദർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. സിക്സ്ത് ക്വസ്റ്റ്യൻ, I⁻272 ആണെന്ന് വെച്ചു. ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ 272 എന്ന് പറഞ്ഞാൽ I⁻2 ഇൻറ്റു 272-നെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അടിച്ച് പകുതി എടുത്തു. അതാണ് എളുപ്പം കേട്ടോ. അപ്പോൾ ഇവിടെ 1 വരും. ദെൻ 7-നകത്ത് 3 വരും. അപ്പോൾ റിമൈൻഡർ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ 12 വരും. 136 വരും. 136 വരും. ഈ 136 എന്ന് പറഞ്ഞാൽ ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ തന്നെ നമുക്ക് 1 വരും. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കുക, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. I⁻322 ആണെന്ന് വെച്ചു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I⁻2 ഇൻറ്റു 322-ന്റെ പകുതി. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ 1 വരും, 12 6 വരും, 1 വരും, 161 വരും. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഈ 161 ഓഡാണോ ഈവൺ നമ്പർ ആണോ മക്കളെ? ഓഡ് നമ്പർ അല്ലേ? അതിന്റെ ആൻസർ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 വരും. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, I⁻2 ദെൻ ഇച്ചിരി വലിയ നമ്പറാണ്, 5000 ആണെന്ന് വെച്ചു. അപ്പോൾ ഇവനെ എങ്ങനെ എഴുതാം? I⁻2 ഇൻറ്റു 2500 എന്ന് എഴുതാം. ഈ 2500 ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇതുപോലെ എത്ര ഹയർ നമ്പർ വന്നാലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കാം, 9-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. I⁻1000. ദെൻ 10th ക്വസ്റ്റ്യൻ I⁻5000, 510. ദെൻ 11th ക്വസ്റ്റ്യൻ I⁻600. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈവൺ നമ്പർ ഇൻ്റഗ്രൽ പവർ വരുമ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇതേപോലെ ഓഡ് നമ്പർ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ I⁻5 ആണെന്ന് വെച്ചോ. ഈ I⁻5-നെ 2 ഇൻറ്റു എന്ന് എഴുതാൻ പറ്റുമോ? ഇതിന് വേറെ ഫോർമുലയുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു ഫോർമുല പഠിച്ചാൽ മതി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I ഇൻറ്റു I⁻4 എന്ന് എഴുതാം. കാരണം എന്താ? A⁻5-നെ A ഇൻറ്റു A⁻4 എന്ന് എഴുതാം. കാരണം ഏതൊരു ഓഡ് നമ്പറിനെയും ഒരെണ്ണത്തിനെ മാറ്റി നിർത്തിയാൽ
അതപ്പോൾ ഈവൺ നമ്പർ ആവും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഐ അവിടെ മാറ്റി നിർത്തിയിട്ട് ബാലൻസ് വരുന്ന I⁴ എന്ന് എഴുതാം. കാരണം ഇതിൻ്റെ പവർ 1 ആണ്, ഇതിൻ്റെ പവർ 4 ആണ്. അപ്പോൾ 1 + 4 നമുക്ക് 5 കിട്ടും. കറക്റ്റാണ്. അപ്പം ഇനി നോക്കാം, ഐ അവിടെ നിർത്തി I⁴ 2 × 2 എന്ന് എഴുതാൻ പാടില്ലേ? നമ്മുടെ 4 എന്ന് പറഞ്ഞ ഏതൊരു ഈവൺ നമ്പറിനെയും 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം അല്ലേ. അപ്പം നോക്കിക്കേ, ഈ ഐ അങ്ങനെ തന്നെ വന്നു. ഈ 2 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ. അപ്പോൾ ആൻസർ 1 ആയി. അപ്പോൾ ആൻസർ ഈസ് ഐ ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈസ് ഐ വരും. അപ്പോൾ ഫസ്റ്റിലെ ഓഡ് നമ്പർ ആണെങ്കിൽ അതിന് ആൻസർ ഏത് ഫോമിലായിരിക്കും കിടക്കണം? ഐയുടെ രൂപത്തിലായിരിക്കും കിടക്കണം. ആദ്യം ഓഡ് നമ്പർ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പോകുള്ളൂ കേട്ടോ. ഇനി I⁻7 ആണെന്ന് വെച്ചോ, 17 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ? I × I⁻16 എന്ന് എഴുതാം. അപ്പോൾ I × I⁻16 നമുക്ക് 2 × 8 എന്ന് എഴുതാം. ഈ 8 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു I × 1 എന്ന് വരും. അപ്പോൾ ദാ ആൻസർ എന്നാ ഐ എന്ന് വരും. അപ്പോൾ ഐ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഒന്ന് ചെരിച്ച് എഴുതി പോവുക കേട്ടോ, നേരെ എഴുതരുത് എപ്പോഴും. അടുത്ത നമ്പർ നോക്കാം, മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇസഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം I⁻19 ആണെന്ന് വെച്ചു. ആ കോംപ്ലക്സ് നമ്പറിന് വേണമെങ്കിൽ പേരെടുത്ത് കൊടുത്ത് നമുക്ക് വരാറുണ്ട്. ഇസഡ് I⁻19 ആണെങ്കിൽ I × I⁻18 എന്ന് എഴുതാം. ഇനി ഈ 18 നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു I × I⁻2 × 9 എന്ന് എഴുതാം. ഈ 9 ഈവൺ ആണോ ഓടാണോ? ഓഡ് നമ്പറാ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും? I × -1 വരും. അപ്പോൾ ആൻസർ ഈസ് -i വരും. നമ്മുടെ ആൻസറായി. I⁻ നമുക്ക് 501 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതും? I × I⁻500 എന്ന് എഴുതും. അപ്പോൾ ഐ അങ്ങനെ തന്നെ എഴുതി. I⁻500 എങ്ങനെ എഴുതാം? 2 × 250 എന്ന് എഴുതാം. 250 എന്ന് എഴുതാം. ഈ 250 ഈവൺ ആണോ ഓടാണോ? ഓടിന് ഈവൺ നമ്പറാ അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ I × 1 വരും, +1 വരും. അപ്പോൾ ആൻസർ എന്നാ വരും നോക്കി? ഐ എന്ന് വരും. അപ്പോൾ ഏത് നമ്പർ തന്നാലും ഇതുപോലെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഒരു വലിയ നമ്പർ ആയിക്കോട്ടെ, I⁻2001 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? I × I⁻2000 എന്ന് എഴുതാം അല്ലേ. ഇനി ഈ 2000 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? I⁻2 × 1000 എന്ന് എഴുതാം. കാരണം 2000ന്റെ പകുതിയാണ് 1000. ഇനി 1000 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ. അപ്പോൾ ആൻസർ എന്ത് വരും? I × 1 വരും. അപ്പോൾ ആൻസർ ഈസ് ഐ വരും. അപ്പോൾ ഫസ്റ്റിലെ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മുടെ ആൻസർ ഐയുടെ രൂപത്തിലായിരിക്കും. ഫസ്റ്റിലെ ഈവൺ നമ്പർ ആണെങ്കിൽ ആൻസർ നമുക്ക് 1ൻ്റെയോ -1ൻ്റെയോ രൂപത്തിലായിരിക്കും. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. ഇസഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ, കൊടുത്തില്ലായിരുന്നു. ചില പ്രോബ്ലത്തിൽ വരുമ്പോൾ ഇസഡ് എന്ന് കൊടുക്കും കേട്ടോ. I⁻351 ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I × I⁻350 എന്ന് എഴുതാം. അപ്പോൾ I × I⁻350യുടെ പകുതി എന്താ? 3യുടെ പകുതി 1. അപ്പോൾ 15ൻ്റെ പകുതി 7. അതിനകത്ത് മൾട്ടിപ്ലൈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 175 വരും. 2 × 175 വരും. ഇനി ഈ 175 ഓടാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മുടെ ആൻസർ I × -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -i വരും. അപ്പം ഇതുപോലെ ഏതൊരു കോംപ്ലക്സ് നമ്പറിനകത്തും ഇൻ്റഗ്രൽ പവറിനകത്ത് ഓഡ് നമ്പർ വന്നാൽ ഒരെണ്ണത്തിന് അവിടെ നിർത്തുക, മറ്റതിനെ ഈവൺ ആക്കി വിട്ടിട്ട് നമ്മുടെ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആൻസറായി. ദെൻ നെക്സ്റ്റ് ഇതിനകത്ത് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ ഉള്ള പ്രോബ്ലമാണ്. നെഗറ്റീവ് നമ്പർ വരുന്നതാണ് അടുത്ത ഇൻ്റഗ്രൽ പവർ ഓഫ് ഐക്കകത്ത്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. I⁻−19 എന്ന് വെച്ചോ. ഇവിടെ I⁻−19 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x⁻−a എന്ന് പറഞ്ഞാൽ 1/x⁻a എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ I⁻−19 നമുക്ക് 1/I⁻19 എഴുതാം. നമ്മൾ ആ തന്നിരിക്കുന്ന പവറിന് നേരെ നെഗറ്റീവാണ്, താഴേക്ക് മാറ്റി എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, I⁻19 എങ്ങനെ എഴുതാം? 1/I × I⁻18 എന്ന് എഴുതാം അല്ലേ. ഇനി I⁻8 എന്താ മക്കളെ? 18 എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു I⁻2 × 9 എന്ന് എഴുതാം. ഈ 9 ഓടാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാ അല്ലേ. അപ്പോൾ എന്ത് വരും? 1/I × -1 എന്ന് വരും. ഇനി 1/-i എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ 1/-i വരും. കാരണം വെച്ചാൽ I-യെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -i കിട്ടും. ഇനി 1/-i എന്താ? നമുക്ക് പോസിറ്റീവ് വരും. 1/-i ആണെങ്കിൽ ഓർത്ത് വയ്ക്കുക, 1/-i ആണെങ്കിൽ i-യും 1/i ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -i-യും വരും. ഇതൊന്ന് കോളം വരച്ച് ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് നമ്മൾ പ്രോബ്ലത്തിൽ വരുമ്പോൾ നേരെ കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിവിടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. I⁻−39 എന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? 1/I⁻39 എന്ന് എഴുതും. ഇനി 1/I⁻39 I ×
ഐ റേസ് ടു 38 എന്ന് എഴുതണം. ഇനി 1/i ഇൻറ്റു ഐ റേസ് ടു 13 എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 19 എന്ന് എഴുതാം. ഈ 2 ഇൻറ്റു 19 38. ഈ 19 19 ഈവൺ ആണോ ഓടാണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ ആൻസർ എന്നാ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/i ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-i എന്ന് വരും. 1/-i എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-i എന്ന് പറഞ്ഞാൽ +i ആണ് നമ്മുടെ ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ റേസ് ടു -14 ആണെന്ന് വെച്ചു. ഐ റേസ് ടു -14 എങ്ങനെ എഴുതാം നമുക്ക്? 1/i റേസ് ടു 14 എന്ന് എഴുതാം. ഐ റേസ് ടു 40 എഴുതാം. ഇനി ഐ റേസ് ടു 40 എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈവൺ നമ്പർ. അപ്പോൾ അതിന് ഐ ഇൻറ്റു എന്ന് എഴുതേണ്ട ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ അതിന് എന്ത് എഴുതാം? 1/i റേസ് ടു 2 ഇൻറ്റു 20 എന്ന് എഴുതാം. 20 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ ഈസ് 1/1 വരും. 1/1 എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഐ റേസ് ടു -15 ആണ് വെച്ചോ. അപ്പോൾ എന്ത് എഴുതാം? 1/i റേസ് ടു 15 എന്ന് വരും. ഐ റേസ് ടു 15 നമുക്ക് എന്ത് എഴുതാം? 1/i റേസ് ടു 2 ഇൻറ്റു 25 എന്ന് എഴുതാം. 25 ഓഡ് നമ്പറാണ്. അപ്പോൾ ആൻസർ -1 വരും. അപ്പോൾ ആൻസർ ഈസ് -1 വരും. നമുക്ക് ആദ്യമേ ഓഡ് നമ്പർ ആണെങ്കിലാണ് അത് ഐയുടെ രൂപത്തിലേക്ക് ആൻസർ വരും. ആദ്യമേ ഈവൺ നമ്പർ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് 2 ഇൻറ്റു ഒരു ഈവൺ നമ്പർ ആക്കി എഴുതാം, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആക്കി എഴുതാം. അപ്പോൾ ആൻസർ നേരിട്ട് നമുക്ക് 1ൻ്റെ രൂപത്തിലായിരിക്കും. ആ ഫസ്റ്റ് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ ഐയുടെ രൂപത്തിലും, ഫസ്റ്റ് ഈവൺ നമ്പർ ആണെങ്കിൽ ആൻസർ 1ൻ്റെ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഇവിടെ നോക്കാം. അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. ഐ റേസ് ടു -51. സിക്സ്ത് ക്വസ്റ്റ്യൻ ഐ റേസ് ടു -101. ഈ രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കണം കേട്ടോ.